100 സബ്സ്ക്രൈബേഴ്സ്. അതിന്റെ സന്തോഷത്തിൽ നമ്മൾ ഇന്ന് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നു മഞ്ചി സെക്ഷനിൽ. നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാവരും കൂടെ തകർത്ത് നമ്മൾ ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഗാർലിക് ആൻഡ് ജിഞ്ചർ ഫൈനലി ചോപ്ഡ് പീസസ്. 5 ചില്ലീസ് എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് തകർത്ത് ചിക്കൻ ഉണ്ടാക്കി. ഇസ്മുവിൻ്റെ വക ഗീ റൈസ് ഉണ്ടായിരുന്നായിരിക്കും. ഗീ റൈസ് ആൻഡ് ചിക്കൻ ചുക്ക. 100 സബ്സ്ക്രൈബേഴ്സിന് നന്ദി, നമസ്കാരം. കുക്കിങ്ങിൽ ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കണം. കരിവേപ്പില നമ്മളിങ്ങനെ ഇലയെല്ലാം എടുത്ത് വി നീഡ് ടു പുട്ട്. ഇത് പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എണ്ണ ചൂടായെന്നാണ്. ജിഞ്ചർ ആൻഡ് ഗാർലിക് ഫൈൻലി ചോപ്ഡ് വിത്ത് ചില്ലീസ്. ഇഫ് യു ഗൈസ് ചെക്ക്, അവിടെ ഇവിടെ ആയിട്ട് ഗാർലിക്കും ജിഞ്ചറും ബ്രൗൺ ആയിട്ട് വന്നായിട്ട് കാണാം. നൗ വി നീഡ് ടു പുട്ട് ദ ഓണിയൻ. ഇത്രയും ഒണിയനെ കണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വെന്ത് ചുരുങ്ങും. ആർട്ടിസ്റ്റിക് വേ ഓഫ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ക്യാമറമാൻ കമ്മിയർ. ഉള്ളി പകുതിയായിട്ടുണ്ട് സൈസ്. ഷോ ടു അവർ ഓഡിയൻസ്. നേരത്തെ അത്രയും ഇല്ലല്ലോ, ഇപ്പം എല്ലാം ഒന്ന് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൽ മസാല എല്ലാം വരണം. ആഫ്റ്റർ ദാറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. കണ്ടോ, സൈസ് ഉള്ളിയുടെ ഇപ്പം ഓൾമോസ്റ്റ് പകുതി ആയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് നല്ലപോലെ കുക്കായി ഫ്രൈ ആയി എന്നാണ് അർത്ഥം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. സ്പൈസി ആണെങ്കിൽ കൂടുതലിടാം, നോൺ സ്പൈസി ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാനിവിടെ 2 സ്പൂൺ ഇടുന്നുണ്ട്. കൊറിയാണ്ടർ പൗഡർ നോർമലി 2 സ്പൂൺ മുളക് ഇടുവാണെങ്കിൽ 1 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇടുക. 3 സ്പൂൺ ചില്ലി ഇടുവാണെങ്കിൽ 1.5 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇടുക. മുളക് ഇടുന്നതിൻ്റെ പകുതി. ചിക്കൻ മസാല 1, 2. മസാല ഉള്ളി കിടന്ന് വേവും. ഒരു മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ട്രാൻസ്ഫർ ചെയ്യാം. സ്പൈസസിൻ്റെ ആ ഒരു പച്ച ഫീൽ ഉണ്ടല്ലോ, അത് മാറിയിട്ട് നല്ല സ്മെല്ല് മരാമേ വന്നിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുവേണം. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. മാരിനേഷന് വേണ്ടി ചെയ്തത് മഞ്ഞൾ, പെപ്പർ, ഉപ്പ്. ദാറ്റ്സ് ഇറ്റ്. ഫ്രിഡ്ജിലൊരു 30 to 35 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടാവും. മസാല പുരട്ടി കഴുകി ഈ പറഞ്ഞ ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി, മസാല ഇതെല്ലാം നല്ലതുപോലെ ചിക്കനിൽ സ്പ്രെഡ് ആവണം. ഒരു തുള്ളി വെള്ളം പോലും ഇപ്പം ഇല്ല. ഓക്കെ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഒരു തുള്ളി വെള്ളമിടാതെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ചുക്ക. നൗ ദിസ് ഈസ് ഫുൾ ഓഫ് വാട്ടർ. ഇതിൽ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇച്ചിരി കരിവേപ്പില തണ്ടോടുകൂടി നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോ.
ചിക്കൻ ചുക്ക ബാക്കിയുള്ള ചിക്കൻ കറികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഈ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ നിന്ന് വെന്ത് റോസ്റ്റായി അതിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് ചിക്കൻ ചുക്ക ഉണ്ടാകുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാക്കാതെ സ്റ്റാർട്ട് ചെയ്ത ചിക്കനാണ്. ഇപ്പോൾ ഫുള്ള് സുനാമിയാണ്. നമ്മുടെ ടാസ്ക് ഇതിനെ ഡ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഉണ്ടാക്കുന്നു. നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ചൂടാവട്ടെ. ആദ്യം കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഫസ്റ്റ് ഓണിയൻ ഫ്രൈ ഉണ്ടാക്കുന്നതായിരിക്കും. ഈസ് പുട്ടിങ് ഓൾ ദ ഓണിയൻസ് ഓൺ ഹോട്ട് ഓയിൽ, സ്റ്റിറിങ്. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഫ്രൈഡ് ഓണിയൻസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് നോക്കി കാണാം നല്ല ബ്രൗൺ ക്രിസ്പി ഓണിയൻസ് ആയിട്ടുണ്ട്. ഇച്ചിരി കാടമൻ, ഇച്ചിരി സിനമൺ ബാർക്ക്, ഇച്ചിരി ക്ലോവ്, ഒരു ഉള്ളി ഫൈൻലി ചോപ്ഡ് 1 ഉള്ളി. നമ്മുടെ ചിക്കൻ ചുക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി റോസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഉള്ളി, ഓണിയൻ ആൻഡ് മസാല. ഗോൾഡൻ യെല്ലോ ഓണിയൻസ്. നൗ വെള്ളം ആൻഡ് റൈസ്. മൂന്ന് കപ്പ് റൈസ്, 4.5 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ ചുക്ക ലാസ്റ്റ് സ്റ്റേജ്. ദിസ് ഈസ് ഇറ്റ്, ഫിനിഷ്ഡ്. ഇളക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ടേ. ഫിനിഷ്, കഥ. ഇതൊരു 6 മിനിറ്റ് നമ്മൾ പ്രഷർ ചെയ്യുക. അപ്പോഴത്തേക്കും നല്ല കുക്ക്ഡ് ഗീ റൈസ് നമുക്ക് കിട്ടും. ഓക്കെ ഗായ്സ്, പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം റൈസ് എടുക്കുക. നമുക്ക് ഗീ റൈസായി. Super ghee rice. Fried onions on the top of cooked ghee rice. Try it. Wow. Good.